എനിക്ക് ഫോർമാലിറ്റി ഒന്നും വിശ്വാസമില്ല. ഇഷ്ടമാനോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമാവും. കാരണം എനിക്കറിയാം ഒപ്പേട്ട, പക്ഷെ ഒപ്പേട്ടനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു 1000 ഇരട്ടി. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഓരോ വട്ടം വരും തോറും പെണ്ണിന്റെ മുൻസ് കൂടി കൂടി വന്നു. യുദ്ധം ധർമ്മമാണ്. യുദ്ധം ചെയ്യാം. യുദ്ധത്തിൽ നിഗ്രഹം പാപമല്ല. എന്റെ പൊന്നു മച്ചാന്മാര്, എന്താണ് ഇത് മാസത്തിലൊക്കെ പഠിച്ചിരിക്കുന്നത്? കൈയടിച്ചടാ, കൈയടിച്ചേ. ഒരാളൊരു സ്റ്റേജിൽ നിന്ന് ഇത്ര സംസാരിക്കുമ്പോ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ കാഞ്ചനമാല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പാർവതി തിരുവോത്തിന്റെ സൗണ്ടാണ് ഞാനിവിടെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. എനിക്കറിയാം ഒപ്പേട്ട, പക്ഷെ ഒപ്പേട്ടനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു 1000 ഇരട്ടി ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. എന്നേക്കാൾ ഒരു 16 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച എന്റെ ശവത്തിലായിരിക്കും ഒപ്പേട്ടൻ താലിയിട്ട. ഇനി ഒരു 1000 വർഷം ഇതിനകത്ത് കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നാലും എന്റെ മൊയ്തീന് വേണ്ടി ഞാനത് ചെയ്യും. കണ്ട് കാലെത്ര ഇതിനകത്ത് കഴിഞ്ഞത് മൊയ്തീനെ ഓർത്തും ഓൻ്റെ അക്ഷരങ്ങൾ വായിച്ച എൻ്റെ മനസ്സ് മുറിച്ചു മാറ്റാൻ പറ്റുമോ ഒപ്പേട്ടന്? പറ, ഈ ലോകത്തുള്ള ആർക്കെങ്കിലും കഴിയോ? പറ. താങ്ക് യു. അപ്പോൾ നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളുകളാണല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ആ ചലച്ചിത്രം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഉണ്ട്. ആ ഒരു ശബ്ദശകലത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. Tobacco use leads to heart attacks, lung disorders, and other major dental diseases. The directors shown this program do not support any type of tobacco, such as candy, cigarettes, etc. For promotions. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? വലിയ വില കൊടുക്കേണ്ടി വന്നാലോ പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. താങ്ക് യു. അജയ് ചേട്ടാ. ഓക്കെ, അശ്വന്ത്, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു പള്ളിയിലച്ഛനുണ്ട്, ജോസഫ് അച്ഛൻ, കാപ്പിപ്പൊടി അച്ഛൻ എന്നൊക്കെ പറയും. എല്ലാവർക്കും അറിയത്തില്ലേ? അച്ഛൻ എന്ത് പറഞ്ഞാലും അതിനകത്തൊരു തമാശയുടെ ഒരു സംഭവം ഉണ്ടാവും. അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രധാനമായിട്ടും കുടുംബ നവീകരണ ധ്യാനമാണ് ചെയ്യാറുള്ളത്. എന്താണ് കുടുംബം? കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം, ഇല്ലെങ്കിൽ ഭൂകമ്പം. ഒരുമയുണ്ടെങ്കിൽ ഉലകമേൽ കിടക്കാം, ഇല്ലെങ്കിൽ ഉലക മേലെ കിടക്കും. ഏതായാലും ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചത്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ശ്രീലേഖ. ഓക്കെ, വിക്രമാദിത്യൻ എന്ന സിനിമയിൽ അഭിനയിച്ച നമ്മുടെ പ്രിയപ്പെട്ട നമിത പ്രമോദന്റെ സൗണ്ട് ഞാനൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അല്ല ചേട്ടാ, ശരിയാവില്ല. നിന്റെ കൂടെയുള്ള ഈ യാത്ര ശരിയാവില്ല. നിന്റെ കൂടെ വന്നാലേ അങ്ങോട്ട് വെട്ടിച്ചു ഇങ്ങോട്ട് വെട്ടിച്ചു പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു ദേഹത്ത് മുട്ടാനുള്ള ഒരു ചാൻസും നീ വെറുതെ കളയില്ല. അവൻ നിന്നെ പോലെ കള്ള റാസ്കലല്ല. ഹി ഈസ് സ്വീറ്റ് ജെന്റിൽമാൻ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഹി ഈസ് മൈ സ്വീറ്റ് ബോട്ടിൽ ഫ്രണ്ട്. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ശ്രീരാജേട്ടൻ എന്നെ പ്രോഗ്രാമിന് ബുക്ക് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, പറ്റുമെങ്കിൽ നമ്മുടെ കുറച്ച് സെലിബ്രിറ്റീസിനെ നമ്മുടെ ഈ വേദിയുടെ ഒരു ഭാഗമായിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേ പേര് വിളിച്ചു, പക്ഷെ ആരും വന്നില്ല, വരാൻ തയ്യാറായില്ല. കാരണം അവരുടെ തിരക്കുകളും അവരുടെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് മാറി നിൽക്കണമെന്ന്. പക്ഷേ രമേശ് പിഷാരടി ചേട്ടൻ മാത്രം ഈ വേദിയിൽ എത്തി എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. രമേശ് ചേട്ടൻ. ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ ഭയങ്കര യാദൃശികമായിട്ട് കിട്ടിയൊരു വേദിയാണ്. ഞാനിന്നലെ വീട്ടിലിരിക്കുമ്പോൾ എന്നെ കാണാൻ അക്ബറും ശ്രീരാജും കൂടെ ഒരുമിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, രമേശ് ചേട്ടാ നമുക്ക് നാളെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു തിരക്കുള്ള ദിവസമാണ്, എനിക്ക് വരാൻ പറ്റില്ല. പോകാൻ നേരത്ത് ഇവർ രണ്ടും കൂടെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം. അവർ പ്രാർത്ഥിച്ചു. ഉണ്ടായിരുന്ന പരിപാടി മുഴുവൻ ക്യാൻസലായിപ്പോയി. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വന്നു. ഏതായാലും അതിയായ സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ. ECG 2025 എന്നറിയ ഒരു ഫെസ്റ്റിവലിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവുകളും ഞാൻ നേരുന്നു. നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്ത് അശ്വന്ത്, നമുക്ക് എല്ലാം അറിയാം, കുടുംബ പ്രേക്ഷകർക്കും പണ്ട് പോലെ നമ്മൾ കാണുന്ന ഒരു താരമാണ് ശ്രീ ലാലു അലക്സ് അല്ലേ? അതെ. ചതുരംഗം മൂവിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ട്, അറിയാം. അതൊന്ന് ചെയ്യാം. സാറേ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് മെഡിക്കൽ വെച്ച് പ്രിൻസിപ്പൽ മുദ്രാവാക്യം വിളിച്ച ഒരു ഗസ്തിക്കാരൻ കൊച്ചനെ? അതേക്കുറിച്ചുള്ള ഫോട്ടോയും വാർത്തകളും
നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ കൊച്ചൻ കൊള്ളാവല്ലോടെ തുമ്മി, അവനെ വിളിച്ചു വേണം നമ്മുടെ ചരക്കുനില യോഗസ്ഥലത്തേക്ക് വായെന്ന്. എൻ്റെ വാക്കും വിശ്വസ് എന്നവൻ എൻ്റെ കൂടെ വന്നു. 2 കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെന്ന് എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. എത്താവുന്ന നിലയ്ക്ക് അധികം ഉയരങ്ങളിൽ ഇവനെ നിങ്ങൾ എത്തിക്കുമെന്ന്. എന്നിട്ടിപ്പം എൻ്റെ കൊച്ചിനെ നിങ്ങൾ നിറഞ്ഞ സ്നേഹത്തോടാ നിങ്ങളെ ഞാനിപ്പോഴും കോരസാറേ എന്ന് വിളിക്കുന്നത്. എൻ്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ പേര് മാറ്റി വിളിക്കാനും എനിക്കറിയാം. പാർട്ടിയും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അടിപൊളി. താങ്ക് യു. ഇനി ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ പ്രേമിക്കാൻ പ്രേരിപ്പിച്ചൊരു ചിത്രമുണ്ടായിരുന്നു, തട്ടത്തിൻ മറയത്ത്. ഒട്ടുമിക്ക എല്ലാ ന്യൂ ജനറേഷൻ ആളുകൾക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ചിത്രമാണ് തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിൽ. എല്ലാ യുവാക്കളും നെഞ്ചിലെ ഒരു ഹിറ്റ് ഡയലോഗുണ്ട്. ആ ഒരു ഡയലോഗ് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്ന് പ്ലേ ചെയ്യണേ. ചെക്ക് ചെക്ക്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അതോടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഓരോ വട്ടം വരും തോറും പെണ്ണിൻ്റെ മുഞ്ച് കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തനോട് വിട്ടുകൊടുക്കൂലെന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെൻ്റെയാണ്. കേരളത്തിലെ ആമ്പിളർക്ക് എന്തിനാണ് 6 പാക്ക്? താങ്ക് യു ചേട്ടാ. ഒരുപാട് സിനിമകളിൽ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ളൊരു നടനാണ് ശ്രീ ശശി കലിംഗ അല്ലേ? അദ്ദേഹത്തിൻ്റെ ആമേൻ മൂവിയിലെ ഒരു ഡയലോഗ്. ഇത് കുറച്ച് മീനാത്തോട്ടം വെച്ച് വരാതെ കൊടുമ്പിടി വെച്ചാൽ മതി, കഥക്കും. കായലിന്ന് പിടിച്ച അല്ലയോടാ? അല്ല, കക്കൂസിന്ന് ചൂണ്ടിയിട്ട് പിടിച്ചതാ. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഇനി ഞാനൊരു താരത്തിൻ്റെ ശബ്ദം ചെയ്യട്ടെ. അജയ് ചേട്ടൻ്റെ ഒരു അടിപൊളി സ്പോട്ട് ഡബിങ് പെർഫോമൻസിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കാരണം അജയ് ചേട്ടൻ്റെ അടിപൊളി സ്പോട്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ പ്രൊഫൈലൊക്കെ കാണിച്ചപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട ഒരു സാധനമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് തന്ന ഒരു താരം എന്ന് പറയുന്നത് സൗബിൻ ഷാഹിർ ആയിരുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ആക്ടറും ഡയറക്ടറൊക്കെ ആയിട്ട് നിൽക്കുന്ന സൗബിൻ ഷാഹിർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു 10ഓളം ചിത്രങ്ങൾ, ഞാൻ കുറച്ച് സിനിമകളുടെ പേര് പറയാം. റോസാപ്പൂ, കുട്ടനാടൻ മാർപ്പാപ്പ, മോഹൻലാൽ, യമണ്ടൻ പ്രേമകഥ, വികൃതി, കുർബാനി തുടങ്ങി പുറത്തിറങ്ങാനിരിക്കുന്ന 4ഓളം ചിത്രങ്ങളിലെല്ലാം നിങ്ങൾ കണ്ടത് സൗബിനിക്കയുടെ അഭിനയവും എൻ്റെ ശബ്ദവുമായിരുന്നു. അപ്പോൾ വൈക്കത്തപ്പം തന്നൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ആ ഒരു ഡബ്ബിങ് സീക്വൻസ് എനിക്ക് ചെയ്യാൻ സാധിച്ചതിൽ. സൗബിക്ക് നമ്മുടെ ഈ വേദിയിൽ വന്ന എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. എൻ്റെ പൊന്നു മച്ചാന്മാര്, എന്താണ് ഇത് മാസത്തിലൊക്കെ പഠിച്ചിരിക്കുന്നത്? കൈയടിച്ചടാ, കൈയടിച്ചേ. ഒരാളൊരു സ്റ്റേജിൽ നിന്ന് ഇത്ര സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് കാണിക്കടാ. നമ്മുടെ കോൺഫിഡൻസ് പോവില്ലേ? നമ്മുടെ പരിപാടിയല്ലേ ഇത്? എന്താണ് ഇതിങ്ങനെ മാസം അതൊക്കെ കൊച്ചിയിലോട്ട് വന്നോട്ടോ. അതിപ്പോൾ കാർണിവലൊക്കെ കിടക്കുന്ന സമയമാണ്, അടിപൊളിയായിരിക്കും. ഇത് ചുമ്മാ ഞാൻ എന്താണ് ഞാൻ മോളെ കണ്ട അവൾ എന്ത് ചിരി അടിക്കണം, മോളെ ചിരിച്ചടി. അങ്ങനെ ചിരിച്ചെപ്പോഴും പ്ലസൻ്റ് ആയിട്ട് ഇരിക്കണോട്ടാ. അവളെ കണ്ടുപിടിക്കണം എല്ലാവരും. ഇതൊരുമാതിരി ഇങ്ങനെ. ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണോട്ടാ. ഈ സൈഡിലുള്ള ആൾക്കാർ മാത്രം ഒന്ന് കൈയടിച്ചേ നോക്കട്ടെ. കൈയടിക്കും, ഈ സൈഡ് മാത്രം കടിച്ചാൽ മതി. മതി 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 മതി. അടിക്കും നിർത്തണല്ലോ. ഇത് എന്താണിത്? കൈ അടിക്കാൻ പറയുമ്പോൾ അടിക്കൂല, അടിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താണ്ടിരിക്കും. ഇത് കഷ്ടമാണ് കേട്ടോ. ഓക്കെ, ഇനി ഈ സൈഡിലൊന്ന് കൈയടിച്ച് നോക്കട്ടെ. എല്ലാം ഇത് തന്നെയാണ്, കഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു പരിപാടിയുടെ ഭാഗമായിട്ടോ വരാൻ സാധിച്ചില്ല. ശ്രീരാജക്കിൻ്റെ അടുത്ത ഫ്രണ്ടാണ് മച്ചാനെ. ചിരിക്കണത് ചിരി നോക്കിക്കേ. അക്ബർക്ക എവിടെ പോയാ? പുള്ളി പോയിട്ടാ. എല്ലാവരും ഉണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ സ്വന്തം പരിപാടിയാണ്. അപ്പം നമ്മൾ മസിലൊന്നും പിടിക്കാണ്ട് എല്ലാവരും ഫ്രീ ആയിട്ടിരുന്ന് നമ്മുടെ പരിപാടി എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഞാൻ ഈ ഒരു വേദിയിൽ വന്നപ്പോൾ ഒരു അർത്ഥവ്യക്തമായ കവിത പാടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. കാരണം അറിയില്ല, ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ കാണിക്കുന്ന ഒരു നടൻ എന്ന നിലയിൽ ഒരു പാട്ട് എനിക്ക് പാടണമെന്നൊരു ആഗ്രഹമുണ്ട്. ഒരു കവിതയാണ്. അപ്പോൾ എല്ലാവരും താളത്തിൽ കൈയടിച്ചോണം. അർത്ഥവ്യക്തമായ വരികളുള്ളൊരു കവിതയാണ്. ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. ഇത്രക്ക് ചീപ്പാണ് ഓഡിയൻസ്. കൈയടിക്ക് എന്താണ് ഇത്? കഷ്ടമാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അജയ് ചേട്ടാ. അപ്പോൾ ഈ സ്പോട്ട് ഡബിങ്ങിലേക്ക് നമ്മൾ എത്ര പേരുടെ വോയിസാണ്? ഒരു 8ഓളം ആർട്ടിസ്റ്റുകളുണ്ടാവും. 8ഓളം താരങ്ങളുടെ ശബ്ദം. സ്പോട്ട് ഡബിംഗ് എന്ന് പറഞ്ഞ പെർഫോമൻസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സോഷ്യൽ മീഡിയയിലും മറ്റ് ടെലിവിഷൻ ചാനലുകളൊക്കെ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ താരങ്ങളുടെ ശബ്ദം
അതിൻ്റെ പല പല സീക്വൻസുകൾ നമ്മൾ കട്ട് ചെയ്ത് അതൊരു മെർജ് ചെയ്ത് ഒന്നിച്ച് ഒരു ഒറ്റ സീക്വൻസ് ആക്കി മാറ്റിക്കൊണ്ട് അറ്റ് എ ടൈം 8 പേർക്ക് നമുക്ക് സ്വന്തം ശബ്ദത്തിൽ തന്നെ ഡബ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് 8ഓളം താരങ്ങൾക്ക് അദ്ദേഹം ഡബ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. അപ്പം അദ്ദേഹം ഈ സ്റ്റേജിൻ്റെ ഈ സൈഡിൽ നിന്നിട്ടായിരിക്കും ഡബ് ചെയ്യുക. അതിന് മുൻപ് ജസ്റ്റ് ആ സ്പോട്ട് ഡബിങ്ങിൻ്റെ വിഷ്വൽ ഒന്ന് നമുക്ക് ഓഡിയൻസിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യണം. നമ്മുടെ ഓഡിയൻസ് എല്ലാവർക്കും നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണം അതിനകത്ത് വോയിസ് മുഴുവൻ മ്യൂട്ടഡ് ആണെന്നുള്ളത്. ആ ജസ്റ്റ് സ്പോട്ടിൻ്റെ ജസ്റ്റ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യണേ. ഒന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ. ജനാർദ്ദനൻ ഒന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ. ഈ താരങ്ങളുടെല്ലാം ശബ്ദം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ഒരു 5ഓളം മിനിറ്റ് അദ്ദേഹം ലൈവായിട്ട് ഈ താരങ്ങൾക്കൊക്കെ ഡബ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ശബ്ദവും കൃത്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കൈയടിക്കണം. അപ്പോൾ അജയ് ചേട്ടന് കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു ഗൈഡ് കൊടുക്കാം ആ കലാകാരന്. ഓക്കെ ആണ് കേട്ടോ. ഓക്കെ പ്ലേ. കൊള്ളാം, എവരാള് കൊള്ളാം. എന്താ പേര്? പൊന്നപ്പൻ. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ്, ഇതിന്റെ പേരൻ. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. തങ്കപ്പൻ. ഇംഗ്ലീഷ്. Sorry, Daddy. In maths, what do you mean by LCM and HCF? മലയാളം. സഹുസായ എന്നാണെന്ന്? ഒന്ന് പോടെ ചേർക്ക. ഈ ലസാഗോ ഉസാഗോ ഒന്നും പഠിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലെ നിന്റെ ഒരു സിനിമ ഞങ്ങൾ TV കണ്ടായിരുന്നു. കൊള്ളാം, പക്ഷെ അതിലും കള്ളനായിരുന്നല്ലോ. ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ 2-3 പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ. അതുപോലെ നിനക്ക് വല്ല ആസ്ഥാന കള്ളപ്പദവിയും കിട്ടുവോടാ? രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്ന് പിറക്കി എടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടുപറഞ്ഞ ഏതെങ്കിലും പാട്ടുമായിട്ട് സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമായിരിക്കും. അങ്ങനെ ഘോര വരാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന രാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. ക്ഷത്രിയന് യുദ്ധം ധർമ്മമാണ്. യുദ്ധം ചെയ്യാം. യുദ്ധത്തിൽ നിഗ്രഹം പാപമല്ല, യശസ്സാണ്. ഇതെവിടുന്ന് കിട്ടി? ഓ കൊള്ളാലോ, ഈ വിളക്കെനിക്ക് വേണം. നിങ്ങൾ ഈ വിളക്കെനിക്ക് തരണം. ഇത് ഞാനിക്ക് എടുക്കുക. ടെക്നിക്കൽ മിസ്റ്റേക്ക്. നമ്മൾ ഈ മിസ്റ്റേക്ക് ഇല്ലാതെ ബേസിക്സ് ഒക്കെ പിള്ളേരെ പഠിപ്പിക്കുന്ന സമ്മതമാണെങ്കിൽ ഈ 25 നോയമ്പ് വിടൽ കഴിഞ്ഞ് ധനുവിലോ മകരത്തിലോ കല്യാണം നടത്താം. എനിക്ക് ഫോർമാലിറ്റി ഒന്നും വിശ്വാസമില്ല. ഇഷ്ടമാനോ എന്ന് ചോദിച്ചാൽ അത് ആദിവിനയമാവും. കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരമുള്ളൊരു പെണ്ണിനെ, എന്നെപ്പോലെ പരിഷ്കാരിയായ ഒരുത്തിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇഷ്ടമാവും, എനിക്കറിയാം. ദാ ആ മുഖത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്നാലൊരു ചടങ്ങ് നിലയിൽ ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ. എന്നെ ഇഷ്ടമാണോ? ഉത്തരം എനിക്കറിയാം. ഇഷ്ടമാണ്, ഇഷ്ടമാവും. ശിശുഹേതുക്കള ജനകീയ കോടതി പവേഡ് ബൈ വിംഗോസ് ആൻഡ് പേസ്ട്രി ഈ അധ്യായത്തിൽ അതിഥി സരസ്വ സംഭാഷണങ്ങൾ കൊണ്ടും ധർമ്മത്തിൽ ചോദിച്ച ഉപദേശങ്ങൾ കൊണ്ടും സിദ്ധേയനായ സെന്റ് ജോസഫ് കപ്പുച്ചൻ പ്രൊവിൻഷ്യൽ അധികാരി കൂടിയായ കാപ്പിപ്പൊടി അച്ഛനെന്ന് സ്നേഹപൂർവ്വം ആരാധകർ വിളിക്കുന്ന ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കലാണ്. വെൽക്കം സർ. താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു അജയ് ചേട്ടാ.